RSSന്റെ വംശീയ ഉന്മൂലനം ലക്ഷ്യം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ വഖഫ് ഭേദഗതി ബിൽ അംഗീകരിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച് SDPI ദേശവ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പരപ്പനങ്ങാടി സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ച് SDPI ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതിയെ ന്യായീകരിക്കാൻ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ നടത്തിയത് പച്ചക്കള്ളങ്ങളാണെന്നും ഈ ഭേദഗതി രാജ്യത്തിന്റെ ബഹുസ്വരതയെയും അഖണ്ഡതയെയും തകർക്കുന്നതാണെന്നും സാമൂഹിക നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട് ദാനം ചെയ്ത സ്വത്തുക്കൾ സമൂഹത്തിന്റെ നിയമത്തിന്റെ പഴുതിലൂടെ തട്ടിയെടുക്കാനാണ് RSSന്റെ ഈ ഗൂഢലക്ഷ്യമെന്നും സാദിഖ് പറഞ്ഞു. സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ കലാപങ്ങളിലൊന്നായ ഗുജറാത്ത് കലാപത്തില് 2000-ലധികം വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ അറുകൊല ചെയ്ത, അവിടെയുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്തു കൊന്ന, പിഞ്ചു കുട്ടികളെ പോലും തൃശൂലത്തിൽ കുത്തിനിറച്ച് തീയിട്ട് ചുട്ടരിച്ച ആ പാവങ്ങളായ മനുഷ്യരെ പോലെയുള്ള അവരുടെ തലമുറയോടുള്ള സ്നേഹം കൊണ്ടാണത്രേ RSSും BJPയും ഇന്ന് ഈ പാവങ്ങൾക്കായിട്ടുള്ള ഈ ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരളത്തിലെ പുതുതായിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഈ വഖഫ് സ്വത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി, നൌഫൽ CP, ഹബീബ് തിരൂരങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു. അഹമ്മദ് കബീർ, മുഹമ്മദ് ബഷീർ, തറയിലൊടി വാസു എന്നിവർ നേതൃത്വം നൽകി. എൻലൈറ്റ് ന്യൂസ്, പരപ്പനങ്ങാടി.